മറ്റ് എക്സ് മുസ്ലിംസ് പോലും ആരിഫ് പറഞ്ഞതിനോട് യോജിക്കണില്ല എന്നുള്ളൊരു ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ആരിഫിനെ ഈ ഒരു കാര്യത്തിൽ. കാരണം അവർക്കും അറിയില്ല ഈ ഖുറാനിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലരും വായിച്ച് അവരുടേതായ വിവർത്തനങ്ങൾ, അവരുടേതായ നറേഷൻസ്, ഇതെല്ലാം കൂടി ആരിഫിനെ അറിയില്ലാന്ന് തോന്നുന്നു ഇപ്പൊ ഏതൊക്കെയാണ് ശരിക്കും ഖുറാനിലുള്ളത്. ഈ ഒരു വിഷയത്തിൽ ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ മറ്റ് എക്സ് മുസ്ലിംസ് ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ആരിഫിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ പെൺകുട്ടി തന്നെ പറയുന്ന മറ്റൊരു വിഷയമാണ്, ഒരു കവിത പോലെ അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ച ഒരാൾ വിവർത്തനം ചെയ്യുന്നത് പോലെ ഈ ഖുറാനും വായിച്ച് ഇങ്ങനെ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് അനുസരിച്ച് വിവർത്തനം ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നമാണോ? ഇത് ഈ കുട്ടി പറഞ്ഞാലൊരു ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അതിലൊരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സാഹിത്യഗ്രന്ഥമോ ശാസ്ത്രഗ്രന്ഥമോ കലാഗ്രന്ഥമോ മനുഷ്യനിർമ്മിതമോ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഭാഷ, ഇതിൻ്റെ ഘടന, ഇതിനുപയോഗിക്കുന്ന വാക്കുകളൊക്കെ അതിൻ്റേതായ ചില സങ്കീർണതകളുണ്ട്. പക്ഷേ അത് മനസ്സിലാകത്തക്ക ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇപ്പം ലഭ്യമാണ്. പലരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയതിനെ സംബന്ധിച്ച് വിശദീകരണമുണ്ട്. അതിപ്പോൾ ഈ ഗ്രന്ഥം മാത്രമല്ല, ഇപ്പോൾ ഒറിജിനൽ ബൈബിള് നമ്മളിപ്പോൾ വായിക്കുന്ന ഭാഷയിലല്ല. പിന്നെ ഒറിജിനൽ വ്യാസരാമായണം എന്ന് പറയുന്ന വാൽമീകി രാമായണത്തിനേക്കാൾ മുമ്പ് വ്യാസരാമായണം, വാൽമീകി രാമായണം ഇതൊക്കെ എഴുതിയ ഭാഷയും വേറെയാണ്. പക്ഷേ അതിനൊക്കെ തർജ്ജമകൾ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ സംഭവിച്ച ഒരു സ്വീകാര്യത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാമായണത്തിലെ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ വേറൊരു മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ പല രൂപത്തിലും ഭാവത്തിലും സാഹിത്യപരമായി വ്യാഖ്യാനിച്ച് പല അനുബന്ധ സംഗതികളും ഉണ്ടായിട്ടുണ്ട്. രാമായണം തന്നെ എത്രയോ ആയിരങ്ങൾ കണക്കിനുണ്ടെന്നാണ് പറയുന്നത്. ഓരോ രാജ്യത്തും ഓരോ ചിന്തകൾക്കനുസരിച്ച് രാമായണം വ്യത്യസ്ത രീതികളിൽ എഴുതിയിട്ടുണ്ട്. അത്രയും എനിക്കറിയില്ല, ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർ പറഞ്ഞതുപോലെ കുറച്ചൊരു ടഫായിട്ടുള്ള ലാംഗ്വേജാണ്. ആ ടഫായിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കി വായിച്ച് അതിനെ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുക അസാധ്യമാണ്. ഭരണഘടന പോലും മനുഷ്യനിർമ്മിതമായിട്ട് പോലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കാലാകാലങ്ങളിൽ ഒരു കൂട്ടം ജഡ്ജിമാർ അതിൻ്റെ ഓരോ വാക്കുകളും വരികളും അടർത്തിയും മാറ്റിയും തിരിച്ചുമൊക്കെയാണ്. ഇത് ദൈവിക നിർമ്മിതമായതുകൊണ്ട് അതിൻ്റേതായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം അതിനെ വ്യാഖ്യാനിക്കാനും പറയാനും ഒക്കെ. അപ്പോൾ അതിന് ആധികാരികമായി അത് പഠിക്കണം. ഇതിപ്പോൾ ഒരു കവിത പോലെ നമുക്കിപ്പോൾ നമ്മൾ സാറിന് ചിലപ്പോൾ ചെല്ലുമ്പോൾ പറയത്തില്ലയോ, ചില അമ്മമാർ കുഞ്ഞിനെയും കൊണ്ട് ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് പറയും ഭയങ്കര കയ്പ്പ് ആ ഗുളിക, അതുകൊണ്ട് കുഞ്ഞ് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ നിസ്സഹായമായിട്ട് പറയും എന്ത് ചെയ്യാനൊക്കും, ആ മരുന്ന് കഴിച്ചേ പറ്റൂ, അത് കയ്പുള്ള മരുന്നുമാണ്. നമ്മൾ പറയത്തില്ലേ പാവയ്ക്കായ്ക്ക് എന്തൊരു കയ്പാ എന്ന് പറയുമ്പോൾ വീട്ടിലെ അമ്മമാർ പറയത്തില്ലേ അല്ലടി ഈ പാവയ്ക്കായ്ക്ക് ഇപ്പം പിന്നെ ചക്കര വരട്ടിത്തരാം. അത് പറ്റൂല. അതിൻ്റെ ഘടനാപരമായ പ്രത്യേകത ആ കാഠിന്യമാണ്. ഖുർആൻ ആ ഭാഷയ്ക്ക് ആ കാഠിന്യമുണ്ട്, ആ ഗൗരവമുണ്ട്. അതുകൊണ്ട് വർഷങ്ങളെടുത്ത പണ്ഡിതന്മാരാണ് ഈ കാര്യത്തെ പഠിച്ച് അവരതിനകത്തുള്ള പല വ്യാഖ്യാനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ജനറലി നമുക്ക് നോക്കുമ്പം ഒരാളിന് വായിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മറുഭാഗം എന്താണെന്നറിയോ, എല്ലാ ദിവസവും ഗോപിക രാവിലെ എൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നു. ഗോപിക എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഗോപിയെ നോക്കി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗോപിക എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്നാൽ പിന്നെ ഗോപിയെക്കുറിച്ച് കുറച്ച് അപവാദം അങ്ങ് പറഞ്ഞു കളയാമെന്ന് വിചാരിക്കുന്നു. ഒരു സാമാന്യ മര്യാദയല്ലല്ലോ. അവർക്ക് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് വായി വരുന്നതെന്ന് പറയാം എന്ന് വെച്ചുകൂടാലോ. അതിന് പകരം എന്ത് വേണം, അത് വായിക്കാൻ അറിയാവുന്നവരോട് പോയി ചോദിക്കണം. ഇപ്പം ഞാൻ രാമായണം വായിച്ചു, രാമായണ പ്രഭാഷണത്തിന് പോകുന്നതിന് മുമ്പ് അവിടെ ഞാൻ 1 മണിക്കൂർ പറയണമെങ്കിൽ ഞാൻ 6, 7, 8 മണിക്കൂർ ഇത് അറിയാവുന്നവരോട് സംസാരിച്ച് ഞാൻ എഴുതിക്കൊണ്ടാണ് പോകുന്നത്. കാരണം എനിക്കതറിയില്ല, ഞാനതിൽ ജന്മനാ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വരരുത്, ഒരു അപവാദം പറയരുത്, ഒരു തോന്നിയാസം പറയരുത്. അതിൽ നിന്ന് ഇപ്പോൾ അതിനകത്തൊരു ഒരു 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 രാജാവിന് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്ന ഒരാളിന് ഒന്നിലധികം ഭാര്യമാർ കാണും. അപ്പോൾ അതിന് ഉപയോഗിക്കേണ്ട വാക്കിനൊരു മര്യാദ വേണം, അതിനൊരു പശ്ചാത്തലം കാണും. അതിന് പകരം എന്ത് അപവാദവും അങ്ങ് പറയുക. ഇപ്പം ഈ പറഞ്ഞില്ലേ ഈ ആരിഫ് ഹുസൈൻ എന്ന് ഈ മോൾ ആവർത്തിച്ച് പറയുന്നല്ലോ. അയാളുടെ പേജിലേക്ക് എന്ന് നോക്കിയാൽ അയാൾ എഴുതിയിരിക്കുന്ന ഭാഷ എന്താ, ഒരു മതത്തെയോ ഒരു വിശ്വാസത്തെയോ ഒരു ഗ്രന്ഥത്തെയോ ബഹുമാനിക്കുന്ന ഭാഷയാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് കോയാമാർക്ക് സ്വന്തം മകളെ കെട്ടി പൂശാം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടിച്ചാടി ഭാഷ എന്നൊക്കെ പറയുന്നത് പോലെ വെറും പറഞ്ഞുകൂടാ. കാരണം ആ തെരുവുതണ്ടികൾക്ക് പോലും ഒരു അന്തസ്സുണ്ട്. അതിനേക്കാൾ താഴ്ന്ന ഭാഷ ഉപയോഗിക്കുന്ന ആളിനെ വാഴ്ത്തി ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്ത് അദ്ദേഹം പറയുന്ന പ്രയോഗം അദ്ദേഹത്തിന് ഖുർആൻ അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് ഖുർആൻ അറിഞ്ഞുകൂടാത്ത പോട്ടെ, അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി
വിയോജിക്കേണ്ട സംസ്കാരം അറിയില്ലല്ലോ. അതാണ് ഈ ബാക്കി നിരീശ്വരവാദികളുടെ പ്രശ്നം. എന്നേ നിരീശ്വരവാദം കേരളത്തിലുണ്ട്. ഇടമറുകിനെയൊക്കെ പോലെയുള്ള ഒരുപാട് നിരീശ്വരവാദികളുടെ ഒരു അവരെന്താ ചെയ്യുന്നത്? അന്ധവിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുക ചെയ്യുന്നത്. ഇതിപ്പോൾ പുള്ളി ചെയ്യുന്നത് അങ്ങനെയല്ല. പുള്ളി പ്രവാചകനെ കുറേ തെറി പറയുക, ആ ജീവിതത്തെ കുറേ തെറി പറയുക, ഇസ്ലാം മത വിശ്വാസികളെ കുറേ തെറി പറയുക. ഇതാണ് പുള്ളിയുടെ മതവിമർശനം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ജബ്ബാറും പിന്നെ ലിയാക്കത്തും അതുപോലെയുള്ള മറ്റു കൂട്ടർ ഇതിനോട് യോജിക്കാൻ കഴിയാത്തത്. അങ്ങനെ അങ്ങ് പറയുക. കൂട്ടത്തിലുള്ള നിരീശ്വരവാദികളെയും പുള്ളി ഇതുപോലെ ഭാഷ ഉപയോഗിച്ച് ഇതുപോലെ ആക്രമിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ശൈലിയുടെ വ്യത്യാസം. അവിടെയാണ് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന്. ഇപ്പോൾ ഖുർആനിൽ സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, വിവാഹം എങ്ങനെയായിരിക്കണത് എല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും നല്ലപോലെ ഇരുന്ന് ആരെങ്കിലും പണ്ഡിതന്മാരെടുത്ത് പോയി ചോദിച്ച് സംശയ നിവൃത്തി വരുത്തണം. ആ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും അതൃപ്തി തോന്നുന്നെങ്കിൽ വേറൊരാളിനെയും കൂടെ കാണണം. എന്നിട്ട് എന്ത് വേണേൽ മൂന്നാമതൊരാളിനെ കൂടെ കാണണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും കാശ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പേരോട് നമ്മൾ അന്വേഷിക്കും. അതേസമയം നേർക്ക് നേരെ മനസ്സിലാവുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഈ മോള് പറഞ്ഞതുപോലെ ഒരു സംശയമില്ലാത്ത ഒരു വീഡിയോ. സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർക്ക് ഒരു രീതിയുണ്ട്. ഇല്ല 100 എന്തായി പറഞ്ഞൊരു അർത്ഥം എന്നറിയോ? ഇൻസിസ്റ്റ് സെക്സ് എന്ന് പറഞ്ഞാൽ അമ്മ, മകൾ, പെങ്ങൾ അവരുമായി പോലും മ്യൂച്വൽ കൺസെൻ്റ് ഉണ്ടെങ്കിൽ സെക്സ് ആവാം എന്നാണ് ഈ ലിറ്റ്മസിൻ്റെ സ്റ്റേജിൽ പറയുന്നത്. എങ്ങനെയുണ്ട്? ഇത് എളുപ്പം മനസ്സിലാവും. മറ്റേടത്ത് പറയുമ്പോൾ നീ അങ്ങനെ വിവാഹം കഴിക്കരുത്, ഇങ്ങനെ വിവാഹം കഴിക്കരുത്, വിവാഹം കഴിച്ചാൽ ഇങ്ങനെ നോക്കണം, നിനക്ക് പിന്നെ അനുവദനീയമാണെങ്കിൽ ഒന്നിലധികം ആളിനെ വേണേൽ വിവാഹം കഴിച്ചോണം എന്നൊക്കെ എന്താ പറയുക, വളരെ കണ്ടീഷണലായി ചില കാര്യങ്ങൾ പറഞ്ഞ് എങ്കിൽ പോലും നീ തെറ്റിലേക്ക് പോകരുത്. വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ഒരാളിൻ്റെ ഭാര്യ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത നിലയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ ആയിപ്പോയാൽ നിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു മതമെന്നുള്ള നിലയിൽ നീ വേറെ ആരോടൊപ്പം പോരുത്. നിനക്ക് വേറൊരു വിവാഹം വേണമെങ്കിലാവാം. പക്ഷെ അന്നത്തെ കാലഘട്ടം കൂടി അവിടെ പരിഗണിക്കപ്പെടും. എല്ലാ കാലഘട്ടവും ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ആരോഗ്യകരമായ പ്രായമുള്ള മനസ്സുള്ള ആളുകളുടെ ഇടയിൽ എത്ര എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്? തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ധാരാളം റിലേഷൻഷിപ്പ് അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ കണ്ടീഷൻ എന്താ? ചില ഭാര്യമാർ വെറും പാവുക, ഭർത്താക്കന്മാർക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. ചില ഭർത്താക്കന്മാർ വെറും പാവുക, ഭാര്യമാർക്ക് ചിലപ്പോൾ ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പുകൾ പല രൂപത്തിലും ഭാവത്തിലും ഇന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരാളിനെയും കൂടെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞതാണോ തെറ്റ്? ഇത് അനുവദനീയമായി എത്ര വേണമെങ്കിലും നടക്കട്ടെ എന്ന് പറയുന്നതാണോ പുരോഗമനവാദം? പ്രത്യക്ഷത്തിൽ പാടില്ല, അപ്പോൾ പ്രത്യക്ഷവും പരോക്ഷവും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതാണ് ഒരു ശരിയുടെയും തെറ്റിൻ്റെയും ന്യായീകരണം. നിങ്ങൾ അറിയാതെ ഒരു സാധനം ചെയ്യുന്നു, അറിയാതെ എന്തോ വേണമെങ്കിലും മോഷ്ടിച്ചോ, ഒരു കുഴപ്പമില്ല, കുഴഞ്ഞു പോകും. ഇനി ഇത് പുള്ളി വ്യാഖ്യാനിച്ചിട്ട് അടുത്ത സ്റ്റേജ് പറയുകയാണ്, അതുകൂടെ കേട്ടോളൂ. അതായത് പുള്ളി ഇങ്ങനെ എല്ലാ സെക്സും ഇതാണെന്ന് പറഞ്ഞ് വലിയ വിവാദമായി ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി. അപ്പോൾ പുള്ളി അതിന് വ്യാഖ്യാനം പറയുന്നത് കേട്ടോ. ഒരു റീപ്രൊഡക്റ്റീവ് സെക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയെ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറക്കം വരുന്നത് എങ്ങനെയാണ് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോജനസിസ് മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങി ഫെർട്ടിലൈസേഷനോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഡെവലപ്മെന്റ് ബയോളജിയൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാൻ. അതൊരു റീപ്രൊഡക്റ്റീവ് ബയോളജിയെ പറ്റി പറയുകയാണ്. അങ്ങനെ ഒരു സംഭവമേ അതിൻ്റെ അകത്തില്ല. അത് അവിടെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കാണ്. പക്ഷേ അതായത് ആദ്യം പറഞ്ഞ അമ്മയുമായും പെങ്ങളുമായും മോളുമായിട്ടുള്ള സെക്സിൽ പുള്ളി പറഞ്ഞത് ഒരു റീപ്രൊഡക്റ്റീവ് സെക്സ് അല്ല എന്ന് പറഞ്ഞാൽ മക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. സ്വാഭാവികമായിട്ട് അങ്ങനെ ആകുമ്പോൾ പ്രതിസന്ധി ആവുമല്ലോ. പെങ്ങള് ആങ്ങളയുടെ ഗർഭം ധരിച്ചാൽ അല്ലെങ്കിൽ അമ്മ മോൻ്റെ ഗർഭം ധരിച്ചാൽ പ്രശ്നമുണ്ട്. അതേസമയം ഒരു റിക്രിയേറ്റീവ് സെക്സ് ആകാമെന്നാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളുണ്ടാവാതെ നോക്കിയാൽ മതി. എന്തൊരു ഫിലോസഫി!
എന്തൊരാധുനിക ഫിലോസഫിയാ? ഈ ചിന്ത വെച്ചുകൊണ്ട് വർത്തമാനകാല ജീവിതത്തെയോ കുടുംബത്തെയോ നമുക്ക് സമീപിക്കാൻ കഴിയുമോ? ഇതിനെ സർട്ടിഫൈ ചെയ്യുന്ന ആളുകളാണ് പറയുന്നത് ഖുർആൻ പറഞ്ഞ എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. അല്ലാതുള്ളതിനാണ് ഒരുപാട് ചോദ്യം വരുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞ? മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യമാണെങ്കിൽ ഒരുപാട് പിന്നെ ചോദ്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോപിയുടെ കയ്യിലോട്ട് ഞാൻ ഒരു 10,000 രൂപ എടുത്ത് അങ്ങ് തരുമോ? വലുതായിട്ടൊന്നും എൻ്റെ അടുത്ത് ചോദിക്കത്തില്ല. ഈ കാശ് ഹലാലാണോ ഹറാമാണോ, സാർ എവിടെ നിന്ന് കിട്ടി, ഇതെങ്ങനെ സമ്പാദിച്ചതാണെന്നൊന്നും ചോദിക്കത്തില്ല. അതേസമയം ഗോപിയുടെ അടുത്ത് ഞാനൊരു 5,000 രൂപ ഇങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ എന്തോ വരും, എങ്ങനെയാ സാറേ, എന്തോ കാര്യത്തിനാ? ജോലി ചെയ്ത് ജീവിച്ചൂടായോ? കാരണം ആരോഗ്യമില്ലയോ, വരുമാനമില്ലയോ, എൻ്റെ ഇന്ന് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ 100 ചോദ്യങ്ങൾ കാണും. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കും. ഇഷ്ടപ്പെടാത്തതാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ പറയുമോ ഇത് ഭയങ്കര സങ്കീർണം, ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് വായിച്ചിട്ട് പിടി കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ മോളോട് പറയാനുള്ളത്, മോൾക്ക് ഏത് ഭാഗത്തെക്കുറിച്ചാണ് ഖുർആനിൽ സംശയമുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കത് നിവൃത്തി വരുത്താം. എനിക്കറിയാവുന്നതുകൊണ്ടല്ല, ആരെങ്കിലും അറിയാവുന്നവരെ കൊണ്ട് ഇത് വ്യാഖ്യാനിച്ച് നിവൃത്തി വരുത്തില്ല.